ഇന്നൊരു റാൻഡം സൺഡേ വിത്ത് മൈ കുട്ടി പട്ടാളംസാണ്. രാവിലെ ഉറക്കം എണീറ്റിട്ട് ദേ ചായ കുടിച്ച് വെറുതെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സൺഡേസിൽ മാത്രമേ ഞാൻ ഇവിടെ വരാറുള്ളൂ, ബിക്കോസ് അല്ലാത്ത ദിവസങ്ങളിൽ ഇവൾമാർക്ക് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന പോസ്റ്റ് അടിക്കേണ്ടി വരും. പിന്നെ നമ്മൾ കുറച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാമെന്ന് വെച്ചിട്ട് വീടിൻ്റെ ചുറ്റുമുള്ള കുറേ പൂക്കൾ ഇവിടെ ഇരിക്കുന്നിടത്ത് അവിടെ കൊണ്ട് വെച്ചാലോ അവിടെ ഇരിക്കുന്നിടത്ത് ഇവിടെ വെച്ചാലോ എന്ന് നോക്കി നോക്കി വരുന്ന വഴിക്ക് ഒരു ചെടിയിൽ നമ്മളൊരു കിളിക്കൂട് കണ്ടു. പിന്നെ ഞാൻ പിള്ളേർക്ക് ഇങ്ങനെ തെറ്റായ ഓരോ ഇൻഫർമേഷനൊക്കെ കൊടുത്തു. ഇത് മുഖത്തൊരു കുരു വന്നതിൻ്റെയാണ് ദേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു, ബിക്കോസ് നമുക്ക് വല്ലതും കഴിക്കണമല്ലോ. ഈ കണ്ണാടിയൊക്കെ വെച്ച് ഷോ കാണിച്ചപ്പോൾ വെറുതെ ഇരിക്കണമെന്ന് വിചാരിച്ചോ? അല്ല, അത് സവാള അരിയാൻ വേണ്ടിയായിരുന്നു. ഉച്ചയായപ്പോഴത്തേക്ക് ഇതേ ഒരെണ്ണം ഉറക്കം ചെന്നിട്ടുണ്ട്. പിന്നെ ദേ ഈ കാണുന്ന പീസാണ് നമ്മൾ ചെറുമക്കളുടെ കൂട്ടത്തിലെ ഏറ്റവും ചെറുത്. അതിൻ്റേതായ എല്ലാ മഹിമയും ആൾക്കുണ്ടേ. ഓരോന്ന് കാണിക്കുന്നത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അത് എനിക്കറിയത്തില്ല, കുരുത്തക്കീടും സ്നേഹവും എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ എൻ്റെ അടുത്ത് നിൽക്കുന്നത്. പിന്നെ സ്ഥിരമായിട്ട് സീരിയലാണെന്ന് കുട്ടിയാണെന്ന് തോന്നുന്നു. സീരിയലിലൊക്കെ ഇതേ കണ്ടില്ലേ, ഇതുപോലെയൊക്കെ ഒരു ആക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവളങ്ങ് ടീച്ചറാവും, നമ്മൾ പിന്നെ സ്റ്റുഡൻസ് ആവും. അതും ഡാൻസ് ടീച്ചറാണ്. നമ്മളെ പഠിപ്പിച്ചൊരു ഓരോ സ്റ്റെപ്പ് നമ്മൾ പഠിക്കണം, പിന്നെ അവൾക്ക് ഡാൻസ് കളിക്കണം. നമ്മൾ കയ്യിൽ നിന്ന് വല്ല സ്റ്റെപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കത്തില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതേ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇത് അവളുടെ വാപ്പുപ്പാടുത്തും പരാതി പറയുകയാണ്. ഐറുത്താത്തി എന്തോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പരാതിയൊക്കെ പറയുന്നുണ്ട്. ദേ ഈ നിൽക്കുന്ന ഐറിനെ കുറിച്ചാണ്